അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ പൈപ്പ് ലൈനിൽ ഇറക്കാൻ വേണ്ടി നമ്മൾ ഷെയ്ഡ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ തട്ടിരുന്നത്, അതായത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നത്, അതേപോലെ തിരിച്ച് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ചാന്ത് നമ്മൾ വയ്ക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ പ്ലൈവുഡ് പീസെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പ്ലൈവുഡ് പീസെല്ലാം രാവിലെ നമ്മൾ ഗോഡൗണിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമുക്കിന്ന് അടയ്ക്കാനുള്ളത് ഈ ഹോൾ എല്ലാം കൊണ്ട് നമുക്ക് അടയ്ക്കാറുണ്ട്, അതുപോലെ മറുസൈഡുള്ള ഹോളും ഉണ്ട്. അപ്പോൾ നമ്മൾ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വരുന്നത് ഒരു 2 ഇഞ്ചിൻ്റെ ലൈനുണ്ട്, 4 ഇഞ്ചുണ്ട്, അതുപോലെ 3/4 ഇഞ്ചിൻ്റെ വാട്ടർ ലൈനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഇഞ്ചിൻ്റെ ബിറ്റ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഈ ഫ്ലൈറ്റിൻ്റെ ഇങ്ങനെ എൻഡിൽ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ അടുത്ത് 4 ഇഞ്ചിന് വേണ്ടി 4 ഇഞ്ചിൻ്റെ തുണ്ട് പീസുണ്ട്. നമ്മൾ ഈ വച്ചിരിക്കുന്ന ഒരു ക്ലിപ്പ് ഗ്യാപ്പ് ഇട്ടാണ് വെച്ചത്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു ക്ലിപ്പ് ഗ്യാപ്പ് നമ്മൾ വയ്ക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ റൗണ്ടിന് വരച്ചെന്നേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ടൊന്നും കിട്ടില്ല, കാരണം ഇതൊക്കെ നമ്മൾ കട്ടർ മെഷീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഈ കാണുമ്പോൾ 4 ഇഞ്ചിൻ്റെ ഹോൾസ് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇതിനടുത്ത് 2 ഇഞ്ചിൻ്റെ ഹോൾ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിന് 2 ഇഞ്ചിന് ഇതുപോലത്തെ നമ്മൾ കട്ടറിട്ട് ഹോൾ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഈ 3/4 ഇഞ്ചിന് കയറാൻ വേണ്ടി ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. 3/4 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ ഹോൾ സൈറ്റാണ് നമ്മൾ ഹോൾ ചെയ്യുന്നത്. മുക്കാലിൻ്റെ ഹോളും ആയിട്ടുണ്ട്. നമുക്കൊന്ന് വച്ച് നോക്കാം. നാലിഞ്ച് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്താലേ ഇവിടെ ചേർന്നിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബോർഡെല്ലാം ഇതുപോലെ കട്ടായി ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം കറക്റ്റ് ഫിറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ എങ്ങനെ പിടിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഹോൾസിൽ നമ്മൾ കട്ട് ചെയ്ത ബോർഡ് വെക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ക്ലാമ്പ് അടുത്തുള്ളതുകൊണ്ട് ക്ലാമ്പിൽ തന്നെ ഒരു തടി കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ അടിച്ച് ടൈറ്റായി കൊടുക്കും. അപ്പോൾ നമ്മൾ ഫ്ലൈ ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടക്കുന്നത് എങ്ങനെ നോക്കാം. ഇനി നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാനുണ്ട്.
നമ്മളിതുപോലെ ഷെയ്ഡിൻ്റെ മുകളിലെല്ലാം ഹോൾസിൽ നമ്മൾ കോൺക്രീറ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാന്ത് വെച്ചിട്ട് ഗ്രൗട്ട് ഇട്ട് ഇതേപോലെ നമ്മൾ ഫിനിഷിങ് ചെയ്യും. മുകളിലത്തെ ഹോൾസ് എല്ലാം നമ്മൾ അടച്ചു. മുകളിൽ നിന്നാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ഇന്ന് നമ്മൾ പുറത്തുള്ള ഹോൾസ് മാത്രമാണ് ഇന്ന് അടയ്ക്കുന്നത്. നാളെ ഈ കാണുന്ന പലവയൊക്കെ ഇളക്കിയതിന് ശേഷം അടിയിലത്തെ ഹോളെല്ലാം അടയ്ക്കും. അപ്പോൾ നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പ് ആദ്യം നമ്മൾ വെള്ളം നനച്ച് തട്ടൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ നല്ല ഗ്രൗട്ട് ഒഴിച്ചിരുന്നു. ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. നമ്മൾ ഇതേപോലെ ചാന്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഗ്രൗട്ട് ഇട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ലെവലാക്കി ഒന്ന് വിടും. നമ്മൾ കാണുമ്പോൾ ചാന്തെല്ലാം നമ്മൾ ഈ ഷെയ്ഡിൻ്റെ മട്ടം ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ഗ്രൗട്ടാണ് തേക്കുന്നത്. ഇതിൽ തുടങ്ങിയ ഇതേപോലെ ഇനി നമുക്ക് വേറെ കുറേ തട്ടുകൾ അടയ്ക്കാറുണ്ട്. എല്ലാം അടച്ചതിന് ശേഷം ലാസ്റ്റ് ഫൈനലായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ തട്ടിൻ്റെ മുകൾ ഭാഗമെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ചാന്തിട്ട് ഗ്രൗട്ടും വെച്ച് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. നമ്മൾ അടച്ചത് ഇപ്പോൾ മുകളിൽ ഈ കാണുമ്പോൾ എല്ലായിടത്തും അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ചെല്ലാറിലൊന്ന് ബാക്കി കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ചെല്ലാറിൻ്റെ അടിയിലും ഈ നമ്മൾ ഈ ഷെയ്ഡിലും എല്ലാം നമ്മൾ പല വെച്ച് കോൺക്രീറ്റ് അടച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അന്ന് ചെങ്ങലിൽ പൊട്ടിച്ച ലൈനും എല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. നല്ലോണം ചാന്തിട്ട് അടച്ച്. ഇനി ഈ കാണുന്ന ഇപ്പോൾ വിളിച്ചെന്നിരിക്കുന്ന ഈ ഗ്രൗട്ടൊക്കെ നമ്മൾ നാളെ ഇതിൻ്റെ തട്ടിൻ്റെ അടിഭാഗം ചാന്ത് അടയ്ക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കും. ഞാൻ കിച്ചൻ്റെ സൈഡിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കിച്ചൻ്റെ ഇവിടെ അടച്ചതാണ്. നമ്മൾ താഴെ വശത്തും മുകളിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിച്ചത് നമ്മളിപ്പോൾ പൈപ്പ് ലൈൻ ഇറക്കാൻ വേണ്ടി ഇതേപോലെ ഷീഡൊക്കെ ഹോൾ ചെയ്യുമ്പോൾ അത് അടയ്ക്കുന്ന രീതിയാണ് കാണിച്ചത്. ഇത് മിക്ക പ്ലംബർമാരും ചെയ്യുന്നതാണ്. നമ്മളിന്ന് വീഡിയോ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.